ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ ആശ്വാസമാണ്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു. സൗദി അറേബ്യൻ കിരീടാവകാശിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ അതോ ശാശ്വതമായ ഒരു സമാധാനത്തിന് തുടക്കമാണോ? രണ്ടും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ പശ്ചിമേഷ്യയിലുള്ളത്. കാരണം ഇറാനെതിരായിട്ടുള്ള ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇസ്രായേലിനും ഇക്കാര്യത്തിൽ ഒരേ യോജിപ്പും ഒരേ മനസ്സുമാണുള്ളതെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്, വിശദീകരിക്കുന്നുമുണ്ട്. അതേസമയത്ത് തന്നെ ഈ ഒരു പ്രഖ്യാപനം ഇസ്രായേൽ പൂർണ്ണമായും സ്വീകരിക്കുന്നില്ല, ഇറാൻ ഒട്ടും വിശ്വസിക്കുന്നുമില്ല. ഇറാൻ കൃത്യമായി തന്നെ പറയുന്നു, ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന്. ഇതിനുമപ്പുറം ഹോർമൂസ് കടലിടുക്കിൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ F-35C എന്ന് പറയുന്ന വിമാനം ഉപയോഗിച്ചു പോലും അമേരിക്ക ഇന്ന് കപ്പലുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കനിൽ നിന്നുമാണ് F-35C എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് വിമാനം അമേരിക്ക വിക്ഷേപിച്ചത്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ആ മേഖലയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. 30ഓളം കപ്പലുകൾ തിരിച്ചയച്ചു എന്നൊക്കെ അമേരിക്ക അവകാശപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സമാധാനം അത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. അതേസമയം വലിയ ചർച്ച ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. UAEയുടെ വിദേശകാര്യമന്ത്രിയും UAEയുടെ വിദേശകാര്യ സഹമന്ത്രിയും കുവൈറ്റിന്റെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ ഖത്തർ ജോർദാനുമായി ചർച്ച നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലെ കിരീടാവകാശിയുമായി ചർച്ച നടത്തുന്നു. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ചർച്ചയൊക്കെ ഈ മേഖലകളിൽ വളരെ സജീവമായി നടക്കുന്നുമുണ്ട്. അപ്പോൾ എത്രത്തോളം ശാശ്വതമായ ഒരു സമാധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയും അവ്യക്തതയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സമാധാന ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന എല്ലാവരും പറയുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷയും. ദുബായിൽ നിന്നും സുരേഷ് വെളിമുറ്റം.